ദൂരെ വാ, ദൂരെ വാ, ദൂരെ വാ, ദൂരെ ദൂരെ വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. പഠിച്ചോനെ. കടലിൽ ചാടുന്ന കടലിലെല്ലാം ഭാരമാണ്. നീ കേറി വാ, കേറി വാ കൊച്ചെ. പറഞ്ഞ കേക്ക്. മോളെ എന്തേലും അറിഞ്ഞ? മോള് വയ്ക്കോ, അവനിങ്ങ് വരും. കൊറേ വരും. അവൻ ഉള്ളപ്പുറം ടൂർ പോയിരിക്കല്ലേ ആണത്. ആ ഇന്നിപ്പോ 2 3 കടപ്പുറത്ത് പറയണതേ അവനെ ആരോ തച്ചു കൊന്നെന്നാണ്. അങ്ങനത്തെ ആയിരുന്നല്ലേ അവന്റെ കയ്യിലിരിപ്പ്. ആരുടെ ഇത്? ഹലോ ചേട്ടാ, ഞാൻ മാർഗസ്, പത്രപ്രവർത്തകനാണ്. ഞാൻ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കണം. ദേവണ കാസിക്കായക്കണ്ട, ഇവിടത്തെ വലിയ ആളാണെന്നാ സ്വയം പറയണത്. അങ്ങോട്ട് ചോദിച്ചാ മതി.
സാറേ, പത്രത്തിനെതിരാനുള്ള പട്ടിണിയൊന്നും ഇവിടെ ഇല്ല. കട്ടപ്പടണം, അത്രേ ഉള്ളൂ. നീണ്ടു കിടക്കണ കടൽ, വെറും കടലല്ലത്. വർഷം മുഴുവൻ മീൻ വിളയുന്ന വയലാണിത്. എത്ര ചെന്നള്ളി വാരിയാലും കൂടുന്നതല്ലാതെ കുറയൂല. നോ താങ്ക്സ്. വിദേശികളുടെ വെടിയേറ്റ് കടലിൽ പോയ 2 പേര് മരിച്ചായിരുന്നല്ലോ. മുന്നിൽ കാണുന്നവനെ ഒന്നും ആലോചിക്കാതെ വെടിവെക്കാൻ ഇവനൊക്കെ ആരാ അധികാരം കൊടുത്തത്? ഉള്ളയപ്പുറം ചെല്ലുന്നവനെ കണ്ടാൽ അറിഞ്ഞുകൂടെ അവൻ അന്നം തേടി ചെല്ലുന്നവനാണെന്നോ? എന്താലോചന? എന്തിനേയും കാൽക്കീഴിലാക്കാനും പിടിച്ചടക്കാനുമുള്ളതാണ് അവരുടെ ചിന്ത. സാറിനറിയോ, കരയ്ക്കടിയുന്ന മയ്യം കാണുമ്പോൾ മീൻകാരൻ്റെ നെഞ്ചിടിപ്പിന് അപ്പോഴും ഇപ്പോഴും പെരുന്നാൾ രാവിലെ ദഫ്മുട്ടിൻ്റെ വേഗതയാണ്. ഇപ്പം തന്നെ അലി എന്ന ചെറുപ്പക്കാരൻ്റെ കാര്യമെടുക്കാം. 2 ദിവസമായി കാണാതായിട്ട് ഒരു വിവരവുമില്ല. അലി എനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ വാപ്പയെ അസനാര് അലിയെ അടുത്തുള്ളൊരു കൃത്യം പള്ളിയിൽ നിന്നാണ് ദത്തെടുത്തത്. ദത്തായതിനാൽ അലിക്ക് കടലിൽ പോകാൻ അവകാശമില്ല. എല്ലാവരെയും പിണക്കി അവൻ ചങ്കുറ്റത്തോടെ കടലിൽ പോകാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ 1-2 കച്ചപിച്ചകളും ഉണ്ടായിട്ടുണ്ട്. സാറ് കുളിക്കുന്ന? അപ്പോൾ അലി ഇവിടുത്തെ സ്ഥിരം ശല്യക്കാരനാണല്ലേ? ഒരിക്കലും എനിക്കത് തോന്നിയിട്ടില്ല. അവൻ അവൻ്റേതായ ന്യായങ്ങളുണ്ട്. പിന്നെ അന്യമതത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. പക്ഷേ അന്തസ്സായി അവൻ അവളെ നോക്കണുണ്ടായിരുന്നു. അന്നൊരു ദിവസം ജുമായ്ക്ക് ശേഷം പള്ളിക്കമ്മറ്റി കൂടി അവനെ കടലിൽ പോകുന്നു വിലക്കിയിരുന്നു. അന്ന് ഞാൻ അവനെ കാണാൻ പോയിരുന്നു. അലി, അലിയേ, അലി. ആ കാസിക്ക് ഇരിക്കുക. ഡേയ് 2 ചായ എടുത്തേ. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ കടലിൽ പോകണ്ടെന്നുള്ള വിലക്ക്. ഞാൻ അറിഞ്ഞടാ. ഞാൻ വേണം സെക്രട്ടറിയെ കണ്ട് സംസാരിക്കടാ. വേണ്ടിക്ക, വേണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കണ്ട. ആ കാസിക്കായോ? സുഖാണോ മോളെ? ഓ സുഖം. റംലത്ത് വീട്ടിലുണ്ടോ അക്കാ? അവളങ്ങ് ഭർത്താവിൻ്റെ വീട്ടിലല്ലേ? ഇവിടെ ആങ്ങളമാരനെ കൊല്ലാൻ വേണ്ടി നടക്കുക. ഞാനെന്താ ഇവിടെ അല്ലല്ല നോക്കണില്ലേ? എല്ലാം ശരിയാവൂടാ, ശരിയാവും. ശരിയാവും. ഇവിടെ ആങ്ങളമാരുടെ ഉച്ചാലത്തരത്തിനും കമ്മറ്റിക്കാരുടെ വിലക്കിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വളർന്ന മണ്ണിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെ പോയാലും ജീവിക്കാൻ കഴിയില്ല. കാസിക്ക, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അടിക്കും പിടിക്കും ആരോടും പോവണ്ടാന്ന്. നീ ഒന്നും മിണ്ടാതിരുന്നേ. ആവശ്യമില്ലാതെ ഓരോ ഇത്രയും നാളും തുടപിടിച്ച കൈകൊണ്ട് എച്ചിൽ പാത്രം കഴിയണമെന്നാണോ നീ പറയണത്? ഇക്ക കണ്ടോ, ഈ കടലിൻ്റെ ഉള്ളേപ്പുറത്ത് പോയി മീൻ പിടിച്ച് ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. എല്ലാരെയും പിണക്കി പിഴച്ചു പോകാൻ വലിയ പാടാ സാറേ. പോലീസ് എന്താ പറയുന്നത്? ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല സാറേ. ഇത് പഴയ കഥയാ. ഏതോ കലാപത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് പോലീസ് ഈ തുറയിലെ ആണുങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. ഈ തുറയ്ക്ക് കാവൽ നിന്ന കാക്കിയിട്ട കഴിവടവന്മാര് കൊതിമൂത്ത് ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ അതുകൊണ്ടിപ്പം പോലീസ് ഒന്ന് വെച്ചാൽ പേടിയല്ല, ഒരു തരം അറപ്പാ. റിലാക്സിക്കാർ ഞങ്ങൾക്കും ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ പോലീസുകാരിലും നല്ലവരൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ അവനോട് പേഴ്സണലായി റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. അലി കടലിൽ പോയാൽ കാണാതായെന്ന് ആരാ പറഞ്ഞേ? അവൻ്റെ ഭാര്യ അങ്ങനെയാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദേ കഞ്ഞി എടുത്തു വെച്ചേക്കണം. നീ കുടിച്ചിട്ട് കിടന്നോ, ഞാൻ വരാൻ അല്പം താമസിക്കും. എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോയി. എന്ന് എങ്ങോട്ടാണോ അങ്ങോട്ട്. നല്ല മഴക്കോളുണ്ട്, ഇതിനി പോണോ? ഓക്കെ, പക്ഷേ അയാൾ എന്തിനാണ് രാത്രി കടപ്പുറത്ത് പോയത്? കടപ്പുറത്ത് പോയിരിക്കും കുറേ നേരം. പലതവണ ഞാനും കണ്ടിട്ടുണ്ട്. ഓ മയ്യടിഞ്ഞെന്ന് അന്ന് അവൻ വള്ളം ഇറക്കിയിരിക്കണം. കാസിക്ക, നിങ്ങൾ അറിഞ്ഞ ഒരിക്കപ്പുറം മയ്യടിഞ്ഞെന്ന് വെടി കൊണ്ടെന്നാ കേക്കണത്. നീ ആ കൊച്ചിന്റെ ഉള്ളു കണ്ടില്ലല്ലോ. റബ്ബേ, അല്ലാ, റബ്ബേ. മോളെ എന്തേലും അറിഞ്ഞ? കടപ്പുറത്ത് പറയണതേ അവനെ ആരോ തച്ചു കൊന്നെന്നാണ്. അലിയോ? അലിക്കെന്ത് പറ്റി? മുന്നിൽ കാണുന്നവനെ ഒന്നും ആലോചിക്കാതെ വെടിവെക്കാൻ ഇവനൊക്കെ ആരാ അധികാരം കൊടുത്തത്? ഉള്ളേപ്പുറം ചെല്ലുന്നവനെ കണ്ടാൽ അതിനുകൂടെ അവൻ അന്നം തേടി ചെല്ലുന്നവനാണെന്നോ? അപ്പോ അലി ഇവിടുത്തെ സ്ഥിരം ശല്യക്കാരനാണല്ലേ? ഇവിടെ ആംഗ്ലമാരനെ കൊല്ലാൻ വേണ്ടി നടക്കുക. ഞാനെന്താ ഇവിടെ അല്ലല്ല നോക്കണില്ലേ? നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, അടിക്കും പിടിക്കും ആരോടും പോവണ്ടെന്ന്. ഈ കടലിന്റെ ഉള്ളേപ്പുറത്ത് പോയി മീൻ പിടിച്ച് ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. അലി കടലിൽ പോയാൽ കാണാതായെന്ന് ആരാ പറഞ്ഞേ? നീ കുടിച്ചിട്ട് കിടന്നു, ഞാൻ വരാൻ അല്പം താമസിക്കും. കാസിക്ക, നിങ്ങൾ അറിഞ്ഞ ഒരിക്കപ്പുറം മയ്യടിഞ്ഞെന്ന് വെടി കൊണ്ടെന്നാ കേക്കണത്. ആ ശരി ഓക്കെ. ഇവൻ എന്തെങ്കിലും മൊഴിഞ്ഞോടോ? ഇവൻ പറയുന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. സാർ, സംഗതി എത്രത്തോളം സത്യമാണെന്നറിയാതെ. അതാണ് ഞാൻ ഐ ജിയോട് സംസാരിച്ചത്. റിപ്പോർട്ട് വളരെ ക്ലിയറാണ്. 1989 ബീഹാറിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലേ? 1000-ഓളം ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത്. 10,000-ഓളം ആളുകൾ പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്യപ്പെട്ടു. 2014 വർഗീയ കലാപം നടന്നിട്ട് 25 വർഷമാകുന്നു. ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ ക്ലിയറാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ പലായനം ചെയ്ത പലരും ഒത്തുകൂടിയെന്നും കേരളത്തിൽ അങ്ങിങ്ങായി സ്ഫോടനം നടത്താൻ പ്ലാൻ ഉണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലേക്ക് വന്നവരിൽ കൂടുതൽ പേരെയും ദത്തെടുത്ത് സെൻറ് തോമസ് ചർച്ചാണ്. ഇവൻ്റെ കാര്യത്തിൽ ഹസനാർ എന്ന മത്സ്യത്തൊഴിലാളിയാണ് ഇവനെ ദത്തെടുത്തത്. നമുക്കറിയേണ്ടത് ഇവൻ ഈ പ്ലാനിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന്. നിന്നെ തിരക്കി ആരൊക്കെയോ കടപ്പുറത്തും വീട്ടിലും വന്നു എന്നറിഞ്ഞല്ലോ. അതാരടാ? പറയടാ മോനെ, നിന്നെ ഞാൻ രക്ഷിക്കാം. ആരാണെന്ന് എനിക്കറിയില്ല സാർ. പടച്ചവൻ സത്യം, ഞാൻ അവരെ കണ്ടിട്ടില്ല. പിന്നെ ആരാ ഓക്കാനാടാ രാത്രി കടപ്പുറത്ത് പോയത്? ചാവട്ടി നിന്റെ ശരി സാർ. രാജീവൻ എവിടെയാടോ? എല്ലാ മൈരമാരും കണക്കാ. രാജീവൻ സാറ് പുറപ്പെട്ടിട്ടെന്നാ പറഞ്ഞത്.
രാജീവൻ, നിങ്ങൾ ആ റിപ്പോർട്ട് മെയിൽ യെസ് ചെയ്തായിരുന്നു? സർ. ഓക്കെ, ഗുഡ്. പിന്നെ ഇതൊരു തലവേദന പിടിച്ച കേസാണ്. താൻ അയാളെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ നോക്ക്. ശരി സർ. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ. അവന്റെ ഒരു മുണ്ട്. എന്താണ് പട്ടി, നിനക്ക് കുളിരുന്നുണ്ടോടാ? സാറേ, യവനെയൊക്കെ ഉണ്ടല്ലോ. മാറോ. വിട് സാറേ, വിട്. എന്താണ് നിന്റെയൊക്കെ പ്ലാൻ? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? പറയണം, പറയണം പൊന്നൻ. യവനെയൊക്കെ അങ്ങ് തച്ച് കൊന്നേക്കണം സാറേ. ശരിയാ താൻ പറഞ്ഞത്. അവൻ്റെയൊക്കെ കിടപ്പ് കണ്ടില്ലേ? തോറാനുള്ള പുറപ്പാനുള്ള കഴിവറി. സാർ, ഇവൻ ചത്തെന്നാ തോന്നുന്നത്. ഹലോ സാർ. ഹലോ രാജീവ, എന്തായി? അലിയുടെ കാര്യം ക്ലീനാണ് സാർ. കേട്ടറിഞ്ഞിടത്തോളം അവൻ നിരപരാധിയാണ്. അല്ല, അത് ഇനി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ, ഓക്കെ. പിന്നെ മറ്റു കാര്യങ്ങൾ എന്തായി സാർ? കിട്ടിയോ? ഇവിടെ ഉണ്ട്.